നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെയാടാ വിശ്വനാഥൻ? വിളിക്കേ. എന്താടാ വിളിക്കാനൊരു താമസം? എന്താ പേടിച്ചു പോയോ? വേണ്ട, നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. വിശ്വനാഥ, ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ വിചാരിച്ചേ? ഞാൻ നിന്നെ തേടി വരില്ലെന്നോ? കാശിയിലല്ല, ഏത് വൈകുണ്ഠത്തിൽ പോയി നീ ഒളിച്ചാലും നിന്നെ തേടി ഞാൻ എത്തും വിശ്വനാഥ. ഗംഗയിലും പാലാഴിയിലുമല്ല നിന്റെ മോക്ഷം, ഇഹത്തിലും പരത്തിലുമല്ല നിന്റെ മോചനം. എന്റെ കൈകളിലാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിനക്കെന്നെ അറിയില്ല അല്ലടാ വിശ്വനാഥ. അറിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. മാണിക്യമംഗലത്ത് വിശ്വനാഥന് ശ്രീനാരിപുരത്തെ എണ്ണച്ചെട്ടിയാരെ അറിയില്ല അല്ലേ? ശരിക്കും നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് പറയും മുമ്പ് നീ ആരായിരുന്നു എന്ന് ഞാൻ പറയാം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കഴിക്കാൻ ഒരു നേരത്തെ ആഹാരമില്ലാതെ, ഒട്ടിവലിഞ്ഞ വയറും കുഴിഞ്ഞിറങ്ങിയ കണ്ണുകളുമായി പണ്ടൊരിക്കൽ നീ തഞ്ചാവൂരിൽ ജഗന്നാഥ ചെട്ടിയാർ എന്ന എണ്ണക്കച്ചവടക്കാരന്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്ന 10 വയസ്സുകാരൻ. ദയ തോന്നി അയാൾ അവന് ഭക്ഷണം കൊടുത്തു. കിടക്കാൻ കടയ്ക്ക് പിന്നിൽ ഒരു കീറപ്പായ കൊടുത്തു. ദിവസം 10 രൂപ ശമ്പളത്തിൽ ചക്കാട്ടുപൂരയിൽ ക്ലീനിംഗ് തൊഴിലാളിയെ ജോലി കൊടുത്തു. പിന്നെ അവൻ കുറച്ചുകൂടി വളർന്നപ്പോ കേരളത്തിലേക്ക് അടിക്കടി എണ്ണ കൊണ്ടുപോകുന്ന കാളവണ്ടിയുടെ ഡ്രൈവറാക്കി. ഒടുവിൽ സ്വന്തമായി ചെറുകിട ബിസിനസ് ചെയ്യാൻ സൗജന്യമായി എണ്ണ തന്നുവിടാൻ തുടങ്ങി. അങ്ങനെ നീ വളർന്നു. അല്ല,
നിന്നെ വളർത്തി. നിന്റെ വളർച്ചയുടെ ആദ്യ ചുവടുകൾക്ക് ദയ കൊണ്ട് ദാനം നൽകിയ ആ ജഗന്നാഥ ചെട്ടിയാരെ നീ മറന്നുവല്ലേ? നീ മറന്നാലും അദ്ദേഹത്തെ ഞാൻ മറക്കില്ല. മറക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അതെന്റെ അപ്പാവായിരുന്നു. എന്നോട് അച്ഛൻ, ശ്രീനാര്യപുരത്തെ ചക്രവർത്തി, സാക്ഷാൽ ജഗന്നാഥ ചെട്ടിയാർ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ അച്ഛനെ അറിയില്ല. എവിടെയാ ഈ ശ്രീനാര്യപുരം? എവിടെയാണെന്ന് നിനക്ക് അറിയണമല്ലേ? അറിയിച്ച് തരാമടാ ഞാൻ. നിനക്കറിയില്ല അല്ലടാ. നിന്റെയൊക്കെ പോലെ ഉണ്ടായില്ലാത്ത തോക്കല്ല, ഒറിജിനലാ. പൊട്ടും വേണ്ട പൊട്ടിയ ചാവും. കരീം ഭായ്, പുറത്തു പോ. ഞാൻ കരീമൊന്നുമല്ല, പാണ്ഡിതുരയാ. നീ ആരായാലും കൊള്ളാം, പുറത്തു പോകാൻ പറഞ്ഞ പുറത്തു പോണം. അവൻ പോവില്ല. കാരണം ഇവൻ എന്റെ സെക്യൂരിറ്റി ഓഫീസറാണ്. അണ്ടർ ഡ്യൂട്ടി. പാണ്ഡിതുരേ, ആരെങ്കിലും അനങ്ങിയ അപ്പാ നിമിഷം വെടിവെച്ചോ. ശരിയും കയ്യാ. ഇനി നീ പറ വിശ്വനാഥ, നിനക്കറിയില്ലല്ലേ എന്നെ? ജഗന്നാഥ ചെട്ടിയാരുടെ ഒറ്റപുത്രൻ ഈ രഘുരാമനെ ഇത്ര വേഗം നീ മറന്നുപോയോ? കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു മാന്ത്രികന്റെ കരവിരുതോടെ അർത്ഥപട്ടണിക്കാരന്റെ ദൈന്യതയിൽ നിന്നും നിന്നെ കോടീശ്വരന്റെ നക്ഷത്രദീപ്തിയിലേക്ക് വളർത്തിയ നിന്റെ പഴയ സുഹൃത്തിനെ നീ മറന്നു പോയ വിശ്വനാഥ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളെ അറിയില്ല. വെറുതെ പിച്ചുമ്പയും പറയാതെ ഇറങ്ങി പോകാൻ നോക്ക്. പാണ്ഡിതുരേ, വേണ്ട. ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള ഒറ്റമൂലിയത്. ഒരു ഡോസ് പൊട്ടിക്കട്ടെ. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ദേ ഇവനെയാണെന്ന്. ഇവന്റെ നാവാണെന്ന്. അറുത്തെടുത്തോണ്ടുപോയി എനിക്ക് അറിയാൻ പാടില്ല ഞേട്ടല്ല. പക്ഷേ എനിക്ക് ആവശ്യം ഇവന്റെ ചലിക്കുന്ന നാവാ. അതുകൊണ്ട് ഞാൻ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോവാ. കൊണ്ടുവന്നു. എങ്ങോട്ട്?